നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിൽ ദേ കം ബാക്ക് ആണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുമോ എന്തോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, ലൈക്ക് അവർക്ക് എങ്ങനെയും നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരണമെന്നുണ്ട്, അവർ വരുകയും ചെയ്യും. പക്ഷെ അവർ ഓരോ കാര്യങ്ങളായിട്ട് ഡിസൈഡ് ചെയ്യുവാണ്. ലൈക്ക് ഒരു കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങളും വേറൊരാളുമായിട്ടും അല്ല, അവർക്ക് വേറെ ആരുമില്ല. ഇത് നിങ്ങളും പിന്നെ അവരുടെ റിയൽ ലൈഫ് അല്ല, പല പ്രശ്നങ്ങൾ, അവരുടെ ജോബും അങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് അവർ ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് ആ ഒരു തിരക്കോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കാരണം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാത്തത് അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തതായിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് ഇൻവെസ്റ്റഡ് ആണ്. ഇപ്പൊ തിരിച്ചു വരേണ്ട സമയമല്ലെന്നാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്ഡ്. ഇപ്പൊ എനിക്ക് കാണുന്നത് വെച്ചാൽ അവർക്ക് എങ്ങനെയും നിങ്ങളുമായിട്ട് സെറ്റിൽ ആവണം. ഓക്കെ, കാര്യങ്ങളെല്ലാം ലൈഫ് തന്നെ സെറ്റിൽ ചെയ്യണം. അതൊരു ഗുഡ് ഇൻഡിക്കേഷനാണ് അവർ തിരിച്ചു വരും എന്നുള്ളത്. നിങ്ങളുണ്ടെങ്കിൽ അവർക്ക് എല്ലാത്തിനും സ്റ്റെബിലിറ്റി ആണ് കാണുന്നത്. അപ്പം നിങ്ങളുമായിട്ടൊരു ഫൗണ്ടേഷൻ സെറ്റിൽ ചെയ്യാനും ഒരു സ്റ്റേബിൾ ആകാനാണ് അവർ നോക്കുന്നത്. അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു മാരേജ് അല്ലെങ്കിൽ ഇപ്പം ലിവിങ് ടുഗദർ ആണെങ്കിലും ലോങ് ടേം ആണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരുപാട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുമാതിരി എന്താ പറയുക, ആൾക്കാർ വന്നും പോയും ഫ്രണ്ട്സും ഒക്കെ ആണെങ്കിലും ഒരു പെർമനൻ്റ് ഇല്ലാത്ത ഒരാൾക്കാരുമായിട്ടാണ് അവർ ഇടപഴകുന്നത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ അടുത്തോട്ട് വരണം, ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യണം, സ്റ്റേബിളായിട്ട് ഇരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരിക്കലും അവരെ കൈവിട്ട് കളയില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ട് പോവില്ല എന്നവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവർ തിരിച്ചു വരും എന്നുള്ളൊരു സെക്കൻഡ് ഇൻഡിക്കേഷനാണ് അതിനകത്തിൽ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് കാണാൻ കഴിയുന്നത് 7 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് എന്നും അവർ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പം ഒരു പുതിയ സ്റ്റാർട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് എല്ലാം വീണ്ടും വീണ്ടും കൊണ്ടുവരാതെ പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്ത് ആരുടെ കയ്യിലായിരുന്നു പ്രോബ്ലംസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പോയത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്താണ്, അങ്ങനെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പുതിയൊരു സ്റ്റാർട്ട് കൊണ്ടുവരും. ഓക്കെ, പഴയ പ്രോബ്ലംസ് എല്ലാം മാറും. ഓക്കെ, അതിനെ ചുറ്റി ചിന്തിക്കാനോ രണ്ടുപേരും അതിനെപ്പറ്റി ചിന്തിച്ചോ അതിനെപ്പറ്റി ആർഗ്യൂ ചെയ്യാനോ ഒന്നും ആയിരിക്കത്തില്ല. പുതിയൊരു സ്റ്റാർട്ടായിരിക്കും ഉണ്ടാവുന്നത് ലൈഫിൽ. പിന്നെ നെക്സ്റ്റ് 2 ഓഫ് ഫോൺസ്. എനിക്കിതിൽ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പാഷനും ലവും എല്ലാം കാണുന്നുണ്ട്. ഒരു ഡീപ്പ് ഇൻറ്റൻസ് ലവ് ആണ് അവർക്ക്, അല്ലെങ്കിൽ ഡീപ്പ് ഇൻറ്റൻസ് ഫീലിങ്സ് ഉണ്ട് അവർക്ക് നിങ്ങളുമായിട്ട്. സോ അതുകൊണ്ട് അവർ എന്തായാലും തിരിച്ചു വരും എന്ന് ഉറപ്പാണ്. ഈ ഒരു കാർഡിൽ തന്നെ നല്ല പാഷനും എല്ലാം കാണുന്നുണ്ട് ഞാൻ. ഓക്കെ, ബിക്കോസ് അവർ വിചാരിക്കുന്ന പോലെ നിങ്ങൾ, ബിക്കോസ് ഇതിൽ തന്നെ കാണണം അവരുടെ മനസ്സിൽ തന്നെ അവർക്കറിയാം നിങ്ങളാണ് ഏറ്റവും ഒരു എക്സലൻറ്റ് മാച്ച് അവർക്ക്. അവരുടെ കല്യാണത്തിനായാലും ലോങ് ടേം റിലേഷൻഷിപ്പിനായാലും നിങ്ങളൊരു നല്ലൊരു മാച്ചാണെന്ന് അവർക്കറിയാം. ഓക്കെ, പിന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നിങ്ങളോ അല്ലെങ്കിൽ അവരോ രണ്ടുപേരും ഒരാൾ എന്തോ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം സപ്പോസ് അവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത രീതിയിലായിരിക്കും അവർ കീപ്പ് ചെയ്യുന്നത്. സീക്രട്ട് തന്നെ ഒരു നല്ല സീക്രട്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നിങ്ങൾ അവർക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ അങ്ങനെയൊന്നുമല്ല. അപ്പം ഫോർ എക്സാമ്പിൾ, ലൈക്ക് ഇപ്പം പ്രഗ്നൻ്റ് ആവുന്ന ഒരു ലേഡി ഇപ്പം അവർ ഹസ്ബൻഡിൽ നിന്ന് കുറച്ച് നാളൊന്ന് മറച്ചു വെക്കും, ജസ്റ്റ് അതൊരു നല്ല രീതിയിലൊന്ന് റിവീൽ ചെയ്ത് ഒരു സർപ്രൈസ് ആയിട്ട് റിവീൽ ചെയ്യാൻ വേണ്ടി ആ ഒരു സീക്രട്ട്. അതുപോലെ ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ അടുത്തുനിന്ന് അവർ ഇപ്പം അത് മാറ്റി വെച്ചേക്കുവാണ്. ഓക്കെ, ഇപ്പം അത് സീക്രട്ടായിട്ട് അതിനെ അവരുടെ ചെസ്റ്റിലേക്ക് ഹോൾഡ് ചെയ്തേക്കുവാണ്. ഓക്കെ, അതവർ പുറത്ത് നിങ്ങളോട് പറയാൻ ഇപ്പം അവർ റെഡിയല്ല. അങ്ങനെ എന്തോ ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള കാര്യം ഇത് ഒന്നെങ്കിൽ അവർക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും. എന്തായാലും ഈ ഒരു കാര്യം ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് അവരത് എന്താ പറയുക ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്ന് ഫീൽ ഉണ്ടെങ്കിലും അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അവർ സമയമാകുമ്പോൾ അത് പറയുമായിരിക്കും. ഓക്കെ, സോ ട്രസ്റ്റ് യൂണിവേഴ്സ്. എന്തായാലും അവർ തിരിച്ചു വരുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് ചെറുതായിട്ട് എപ്പോഴേലും അവർ നിങ്ങളോടത് പറഞ്ഞിരിക്കും. രണ്ടുപേർക്കും ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു പാർട്ട് ഓഫ് ലൈഫ് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവരിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നു, ചിലവരിൽ
കോണ്ടാക്ട് ചെയ്യും, ചിലപ്പോൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്യും, ആ ഒരു രീതിയിൽ ഇരിക്കുകയാണെങ്കിലും രണ്ടുപേരിലും ഇത് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടൈമാണ്. ഇമോഷണലി രണ്ടുപേരും ഭയങ്കര വിഷമത്തിലാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുക. മെഡിറ്റേഷൻ, അങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രെയർ എല്ലാം ചെയ്ത് നിങ്ങളുടെ ഒരു ലൈഫ്, നിങ്ങളുടെ ഒരു ഹാർട്ട് ചക്രയിലോട്ട് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. ഓക്കെ, സോ അവർ തനിയെ വന്നോളും. ഓക്കെ.